തൻ്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വാപ്പ തൻ്റെ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ വീട്ടിൽ ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ആരുടെയെങ്കിലും വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുണ്ടോ? കൈവക്ക് ഉണ്ടോ? TV ഉണ്ടോ? 2 ഉണ്ട് ഉസ്താദേ. ഒരു വടി വെട്ടി വെച്ചാൽ മതിയായിരുന്നു. ഈ പ്രായമുള്ളവരോട് ചോദിക്കുക, പ്രായമുള്ള ഉപ്പമാരോട് ചോദിക്കുക. എൻ്റെ വാപ്പ ഒരു വടി വെട്ടി വെക്കും വീട്ടില്, ഒരു കാപ്പിക്കമ്പുണ്ട്. എനിക്ക് ശൈത്താൻ കൂടുമ്പോ എൻ്റെ ഉമ്മ അത് കാണിച്ചു തരുമായിരുന്നു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് അവിടെന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അല്ലാഹുവേ, 20ഓളം പടച്ചവനെ 22ഓളം ഹാഫിദീങ്ങള് ഈ 6 വർഷത്തിന്റെ ഇടയിൽ ഇവിടെ നിന്ന് ഹാഫിദായി ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ 16 മക്കളാണ് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ. മഹാനായ സയ്യിദ് അവരുടെ കയ്യിൽ നിന്ന് പടച്ചവനെ സനദ് വാങ്ങി ഇന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ആ 10-16 ഹാഫിദീങ്ങൾ ഇരിക്കുന്ന ഒരു മജ്‌ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇരിക്കുന്ന മക്കളാരെന്നറിയുവോ? അവര് സാധാരണ മക്കളല്ല, ഒരു സാധാരണ കുട്ടിയെ പോലെയല്ല. ഇവർക്ക് വല്ലാത്ത സ്ഥാനമാണ്, ഇവർക്ക് വല്ലാത്ത മഹത്വമാണ്. നിന്റെ ഈ മകൻ ഒരു ദിവസം ഇതുപോലെ ഇവിടെ നിന്ന് സനദ് വാങ്ങണ്ട്, ഹാഫിദിന്റെ ഉമ്മയാകണ്ട്, ഹാഫിദിന്റെ വാപ്പയാകണ്ട്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളുടെ മഹത്വം അറിയോ? ഇവരുടെ ശരീരത്ത് തൊടണമെങ്കിൽ ഒളിവെടുക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവരുടെ ശരീരത്ത് തൊടണമെങ്കിൽ പറമനുഷ്യന്മാരെ, ഈ ഇരിക്കണ 16 എണ്ണം ഉണ്ടല്ലോ, ഇവന്മാരുടെ ശരീരത്ത് തൊടണമെങ്കിൽ ഇനി ഒളിവെടുത്തിട്ട് വേണം തൊടാൻ. കാരണം അവൻ ഖുർആൻ ചുമക്കുന്നവരാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് ഹാഫിള്, അതാണ് ഹാഫിളിന്റെ മഹത്വത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കബറി കൊണ്ടുവച്ചാലും മണ്ണ് തിന്നൂല ഇവന്മാരും. മരിച്ച് കബറിനകത്ത് കൊണ്ടുവച്ചാൽ പോലും മണ്ണ് തിന്നാത്ത വിഭാഗം, നരകത്തിന്റെ തീ തൊടാത്ത വിഭാഗമാണ് ഖുർആൻ പഠിക്കുന്ന മക്കൾ. 45ഓളം വിദ്യാർത്ഥികൾ, 45ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അൽഹംദുലില്ലാഹ്, നാടും വീടും വിട്ടുവന്നു. പരപ്പനങ്ങാടിക്കാരനാണ് ഇവിടെ ഖിറാഅത്ത് ഓതി. ഇതുപോലെ ഒരുപാട് മക്കൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. ഇവരൊക്കെ നാടും വീടും വിട്ടിട്ട് ഇവിടെ വന്ന്, നിങ്ങളുടെ നാട്ടിൽ വന്ന് ഈ കാണുന്ന ചെറിയൊരു ബിൽഡിങ്ങിനകത്ത് ഇവരുടെ വാപ്പ ഇതിനെക്കാരും നല്ല വീട് കെട്ടിയിട്ടിട്ടുണ്ട് നാട്ടില്. അത് കളഞ്ഞിട്ട് അവർ ഇവിടെ വന്ന് ഇൽമു പഠിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള മഹബത്ത്, സ്നേഹം. ഇവരാരെന്നറിയോ? അള്ളാന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം. അള്ളാഹുവിന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം. ഈ മക്കള് ദുആ ചെയ്താൽ അവരുടെ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അള്ളാഹുവിനോട് 2 കരങ്ങൾ നീട്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ അവർ ചോദിക്കുന്ന കാര്യം അള്ളാഹു കൊടുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവിടെന്ന് പറഞ്ഞു, അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്. അള്ളാഹിന് ചില കുടുംബക്കാരുണ്ട്. കുടുംബക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ചേട്ടനും അനിയനും അല്ല. അള്ളാഹുവിനോട് അത്രയും അടുത്ത ആൾക്കാർ. അഹ്ലുൽ ഖുർആൻ. വമൻ കാന യർജൂ ലിഖാ റബ്ബി ഫൽയുകിരിം അഹ്ലല്ലാഹ്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിനെ കാണുന്ന വിഭാഗം, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട്, അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്, അള്ളാഹുവിന് ചില അടുത്ത ആൾക്കാരുണ്ട്. അവരാരെന്നറിയുവോ? അഹ്ലുൽ ഖുർആൻ. ഖുർആനിന്റെ അഹ്ലുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവർ അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആൾക്കാരാ. ഇവർ വിവിഐപികളാ. ഇവർ സാധാരണ ആൾക്കാരല്ല. ഇവരെ സാധാരണ കുട്ടികളെ പോലെ കാണരുത്. നിന്റെ മക്കള് മൊബൈലും കുത്തി കീറി പറഞ്ഞ പാൻറ് വിട്ട് പറവയെ പോലെ പുടിയും നടത്തിയിട്ട് നിസ്കരിക്കാതെ നടക്കുന്ന നിന്റെ മക്കളെ പോലെ ഇവരെ കാണരുത്. ഇവർ അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള സ്നേഹം കിട്ടിയവരാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരടുപ്പം കിട്ടിയവരാണ് ഈ ഖുർആനിന്റെ അഹ്ലുകാര്. ഇത് ഈ നാടിന്റെ വെളിച്ചമാണ്, ഇത് ഈ നാടിന്റെ ഐശ്വര്യമാണ്. പടച്ചവനെ 6 വർഷക്കാലം കൊണ്ട് പടച്ചവനെ 22 ഹാഫിളീങ്ങളെ ഈ ഉമ്മത്തിന് കൊടുക്കാൻ ഈ നാടിനെ കൊണ്ട് കഴിഞ്ഞല്ലോ, ഈ സ്ഥാപനത്തെ കൊണ്ട് കഴിഞ്ഞല്ലോ. ഞാൻ ഹാജിയോട് ചോദിച്ചു, ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യമെങ്ങാരാ ഉസ്താദേ, നാട്ടുകാരാ കൊടുക്കുന്നത്, ഈ നാട്ടിലുള്ളവരാണ് ഭക്ഷണം കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയുമോ? പെങ്ങളെ, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ച് നീ ചിന്തിക്കാത്തതെന്ത്? ഒരു ഹാഫിളിന്റെ ഉമ്മയായില്ലേ, ഒരു ഹാഫിളിന്റെ വാപ്പയായില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, ഖുർആനിന്റെ അഹ്ലുകാർക്ക് കൊടുത്താ വല്ലാത്ത പ്രതിഫലമാ. പള്ളിയിലെ ഉസ്താദിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പരിശ്രമിക്കുന്ന പെങ്ങള്, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ മക്കള്, ആലിമീങ്ങളായ മക്കള്, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നിങ്ങൾ കൈവിടരുത്, ഈ സ്ഥാപനത്തെ നിങ്ങൾ മറന്നു പോകരുത്. ഇവരും നിങ്ങളുടെ മക്കളായിട്ട് നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. അല്ലാഹുവേ, ആരെല്ലാം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ, അവരുടെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇവര് മരിക്കുന്ന സമയമുണ്ടല്ലോ, ഇവര് ദുആ ചെയ്താ സ്വീകരിക്കുന്ന വിഭാഗമാ. ഇവർ അല്ലാഹുവിനോട് ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമല്ലോ. 2, ഇവരെങ്ങാനും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് നടന്നു പോയാൽ, ഇവരെങ്ങാനും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയാ, ഇവര് പോയത് കാരണം ഖബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇവര് മരിക്കുന്ന സമയം സ്വർഗ്ഗത്തിൽ അല്ലാഹു ഇവർക്ക് കൊടുക്കുന്ന ഇരിപ്പിടം കാണുന്നവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഈ മക്കളുണ്ടല്ലോ, ഇവർ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മലക്കുകൾ ഇവരുടെ മുന്നിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കുകയാ, ഇതാണടാ നാളെ നീ സ്വർഗ്ഗത്തിൽ ഇരിക്കേണ്ട ഇരിപ്പിടം, ഇതാണെന്ന് പറഞ്ഞ് ഇവരുടെ സിംഹാസനം അല്ലാഹുവേ മലക്കുകൾ കാണിച്ചു കൊടുക്കുകയാ. ഇവരെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കൊണ്ടുവച്ചാൽ ഹിസാബില്ലല്ലോ, ഖബറിനകത്ത് വിചാരണയില്ലല്ലോ, ഖബറിനകത്ത് ഇവരെ മണ്ണ് തിന്നുകയില്ലല്ലോ, പുഴുക്കള് തിന്നുകയില്ലല്ലോ, ഇവരുടെ ശരീരത്തിൽ പടച്ചവനെ പുഴുക്കള് തൊടില്ലല്ലോ. ഇവര് മണ്ണിനകത്ത് മരിച്ച് ഖബറടക്കിയതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അല്ലാ, ഇവര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവരുടെ കയ്യിൽ പിടിക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, വാടാ നിനക്ക് ഞാൻ സ്വർഗ്ഗം വാങ്ങിത്തരാ. അല്ലാഹുവിന്റെ ഖുർആൻ ഇവരെ നാളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവര് നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞില്ലേ, ഇവർക്ക് വിചാരണയില്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ഭാഗ്യം കിട്ടിയവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇവരെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ഒരിക്കലും നിങ്ങളെ കൈവിടരുത്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം, ഈ സ്ഥാപനം ഇവിടെ ഉള്ള കാലത്തോളം പഠിച്ചവനെ ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം, നിങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ഇവിടെ വന്നിട്ട് അല്ലാ ഈ മക്കളെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? മോനെ, ഒന്ന് ദുആ ചെയ്യടാ, നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കൂ. അവരുടെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇത്ര പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ, ഇത്രയും പേര് ഇവിടെ
ഇവിടെ ഒരുമിച്ച് കൂടി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. വെറുതെ വയത് കെട്ട് പിരിഞ്ഞു പോയാ പോരാ. നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇവരെല്ലാവരും ഹാജിയാരുൾപ്പെടെ ഇവർ പലരും ഈ സ്ഥാപനത്തിൽ വല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള കടമ, ലക്ഷങ്ങൾ കടമുണ്ട്. ഈ കുട്ടികൾക്ക് ഓരോ മാസവധിയും ചില ഉസ്താദന്മാരുടെ ശമ്പളം ഇങ്ങനെ തുടങ്ങിയിട്ട് വേറെ വരുമാനമൊന്നുമില്ലല്ലോ. ഇവർക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യ സ്നേഹികൾ കൊടുക്കുന്നതല്ലാതെ വേറൊന്നുമില്ല. പലിശക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പറ്റുമോ? ഇവർക്ക് ഹലാലല്ലേ തിന്നാൻ പറ്റൂ, ഹറാമ് തിന്നാൻ പറ്റില്ലല്ലോ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അതിലൂടെയാണ് അൽഹംദുലില്ലാഹ് ഈ 6 വർഷമായിട്ട് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇത് ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, 20 മക്കൾ, ഈ ഇരിക്കുന്ന 16 വിദ്യാർത്ഥികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന 45ഓളം വിദ്യാർത്ഥികൾ, ഈ മക്കൾ അള്ളാഹു ആദരിച്ചവരാ, അള്ളാഹു ബഹുമാനിച്ചവരാ. അള്ളാഹു ആ മക്കളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി അള്ളാഹു ഇവരെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹാഫിളീങ്ങളോട് പറയാനുള്ളത്, ഹാഫിളീങ്ങളായെന്ന് പറഞ്ഞ് ആരും നെളിയണ്ട. ഹാഫിളീങ്ങളാണെന്ന് പറഞ്ഞ് ആരും നെളിയണ്ട. മോനെ, നിങ്ങൾ ചിന്തിക്കാറുണ്ട് ഹാഫിളായി കഴിഞ്ഞാൽ എല്ലാമായെന്ന്. എങ്കിൽ ഹാഫിളായ ഒരു സഹാബി കാഫിറായി ചത്തുപോയ കഥ അള്ളാന്റെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹാഫിളായ ഒരു സഹാബി കാഫിറായി മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവിടെയും സൂക്ഷിക്കണം നമ്മൾ. ഹാഫിളാണെന്ന് പറഞ്ഞിട്ട് നെളിഞ്ഞു നടക്കാമെന്നല്ല, ഹാഫിളായിരിക്കണം. ഇത്രയും നാള് നിങ്ങൾ ജീവിച്ചതുപോലെയല്ല ഇനി നിങ്ങൾ അള്ളാഹ് ആദരിച്ചവരാ. അള്ളാഹുടെ ഖുർആൻ ഹൃദയത്തിൽ തന്നവനാ അല്ല നിങ്ങൾക്ക്. അത് നിങ്ങൾ മറന്നു പോകരുത്. അടുത്ത് ഞാൻ എവിടെയോ വയലിന് പോയപ്പോ ഒരു ഉമ്മ തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണ മോതിരം ഊരി തന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ മകൻ ഹാഫിള, പക്ഷേ മൊബൈലിലാ 24 മണിക്കൂറും. ദുആ ചെയ്യാൻ തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണ മോതിരം ഊരി തന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ ആകരുത്. ഒരിക്കലും നിങ്ങൾ ഖുർആനുമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, റോഡിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റിയാൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകുമെന്ന. എളുപ്പം സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താണ് അറിയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഴിയിൽ കിടക്കുന്ന കല്ലെടുത്തുകളാ, കമ്പെടുത്തുകളാ, പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയെടുത്തുകളാ, നീ സ്വർഗത്തിലേക്ക് എളുപ്പം പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ സഹാബ. ആരും മിണ്ടിയില്ല. നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ പേടിക്കരുത്. ഈ ഇരിക്കുന്ന 45 മക്കളോട് ഞാൻ പറയുന്ന, നിങ്ങൾ ഭയപ്പെടരുത്. അള്ളാഹുവിന്റെ റസൂല് തങ്ങൾ പഠിപ്പിച്ചു, ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്ന, ഓർത്തു വെച്ചോണം നിങ്ങൾ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാൽ കല്ല് കയ്യിൽ നിന്ന് താഴെ വീഴുന്നത് പോലെ നിങ്ങൾ നരകത്തിലേക്ക് പതിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അമ്മയും പറയട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും ഖുർആൻ ഓതണം. ഇത് നിങ്ങളോട് ഞാൻ നിങ്ങളുടെ പ്രതിഫലം പറഞ്ഞപ്പോ നിങ്ങളൊന്ന് ഞെളിഞ്ഞ. പ്രതിഫലം പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു പോയെന്ന്. പറയുമ്പോ രണ്ടും പറയണമല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ പറയും, അതാ ഉസ്താദെ ഞാൻ എന്റെ മക്കളെ പഠിക്കാൻ വിടാത്തെ. അങ്ങനെ പറയാ. അതുകൊണ്ട് തന്നെയാ ഉസ്താദെ ഞാൻ പഠിച്ചാൽ മറന്നുപോകും. അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ. നമ്മൾ വിചാരിക്കും മറന്നു പോകുന്നില്ലടോ. ഇരിക്കണ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അവന്റെ അടുത്തിരുന്ന് കൊണ്ട് ഖുർആനിലെ ഒരായത്ത് ഓതി അവൻ കൂടെ ഓതും. അത് ഏത് സൂറത്താന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല. അത് ഏത് സൂറത്താണ്, ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അവന്റെ അടുത്തിരുന്ന് ഓതി അവൻ ഓതും. അത് അള്ളാഹ് അവന് കൊടുത്തിരിക്കുന്ന ഒരു കഴിവാ. അതങ്ങനെ ഖുർആൻ അങ്ങനെ ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേട്ടാൽ മതി. എവിടെങ്കിലൊക്കെ പൊക്കോളും. ഇങ്ങനെ കയറി ഇറങ്ങി. ഞാനൊക്കെ ചിലപ്പോൾ പള്ളിയിൽ ഓതാറുണ്ട്, സജദ ഓതാറുണ്ട് സുബഹിക്ക്. അവസാനം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെങ്കിലൊക്കെ വരും. ഇങ്ങനെ കേറിയാൽ ആർക്കും അറിയില്ലല്ലോ. നമ്മളൊക്കെ ഖുർആൻ ഓതുമ്പോ സജദ എന്ന് പറയുന്ന സൂറത്ത് ഓതി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി പോകുന്ന പല പല ആയത്തുകളുണ്ട്. അപ്പൊ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓതുമ്പോ പുറകെ നിൽക്കണ ആർക്കും അറിയില്ല. ആകെ സജദയുടെ സൂറത്തിനകത്തൊരു സഹവിന്റെ സുജൂദ് ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. സുജൂദ് ചെയ്താൽ മതി. അപ്പൊ ഹാഫിളീങ്ങൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഖുർആനുമായിട്ട് നിങ്ങളൊന്നും അള്ളാന് ആ ഖുർആൻ മറന്നു പോകുന്ന രീതിയിലുള്ള ഒന്നും നിങ്ങൾ ചെയ്യരുത്. ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പിരിയുകയാ. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പിരിയുമ്പോ ഈ ഇരിക്കുന്ന ചില ആൾക്കാര്, ഈ ഇരിക്കുന്ന നിങ്ങളിൽ ചില ആൾക്കാരുടെ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ.
തരുമാറാകട്ടെ. നമ്മളും ഇന്ന് VVIPകളാ. ഈ ഖുർആൻ പഠിച്ച മക്കൾ ഇന്ന് ഇവിടെ ഇരുന്നവർ സനദ് വാങ്ങി ഹാഫിളായി അതിന്റെ സനദ് സ്വീകരിച്ചു. അവര് മാത്രമല്ല VVIPകൾ. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ചില ആണുങ്ങളും ചില പെണ്ണുങ്ങളും വീട്ടിൽ പോകുമ്പോ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങി വരികയാണ്. അങ്ങനെയുള്ള വീടാണാകേണ്ടത്. ഏത് വീട്ടിലാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നതെന്നറിയുമോ? ഈ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, പടച്ചവനെ, ഈ മക്കൾക്ക് എത്രയോ ലക്ഷങ്ങൾ ചെലവാട്. 3 വർഷക്കാലമാണ് ഒരു ഹാഫിദിന് വേണ്ടത്. 3 വർഷക്കാലം, 1 വർഷം 50,000 രൂപ, 1.5 ലക്ഷം രൂപയാണ് ഒരു ഹാഫിദിന് ചെലവാകുന്നത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് പടച്ച റബ്ബിനല്ലേ അറിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഇരിക്കുന്ന മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ, ഒരു പൊന്നുമോനെ 1 മാസമെങ്കിലും 6 മാസമെങ്കിലും 1 കൊല്ലമെങ്കിലും പടച്ചവനെ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുത്താ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അള്ളാഹുവേ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു പെണ്ണ് തന്റെ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാണ്. ആരെയാണ് കാത്തു നിൽക്കുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, പൊന്നുമകൻ അനസ് റളിയല്ലാഹു തആല അൻഹു. ഇവര് രണ്ടുപേരും കൂടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയതാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടും കാണുന്നില്ലല്ലോ. അങ്ങനെ ഭാര്യ ഇങ്ങനെ തന്റെ വീടിന്റെ വാതിലിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവേ, ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ തന്റെ ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാണ്. ഭാര്യയ്ക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, അതാ രണ്ടുപേരും നടന്ന് വീടിന്റെ മുന്നിൽ വരുമ്പോ മൂന്നാമതൊരു മനുഷ്യനും കൂടെയുണ്ട്. ഒരു പ്രായമായ മനുഷ്യനും കൂടെ അബൂ തൽഹ തങ്ങളുടെ കൂടെയുണ്ട്. സലാം പറഞ്ഞ് വീടിനകത്ത് കടന്നുപോയി. അല്ലാഹുവേ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു, തൽഹ, കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ, ആരാണ് തൽഹ? അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സ്വഹാബ, ഒരു യാത്രക്കാരനുണ്ട്, ഒരു പാവപ്പെട്ടവനുണ്ട്, ആരാണ് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കാൻ നബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഉമ്മു സുലൈം ചോദിച്ചു, എന്തിനാ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നത്? ഈ വീടിന്റെ അകത്ത് കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ. ആകെ ഇരിക്കുന്നത് ഈ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാട്. നമ്മുടെ ഭക്ഷണം കൂടെ വെച്ചാലേ നമ്മുടെ പൊന്നുമകന് കഴിക്കാമ്പുള്ളൂ. അവന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമോന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി ഇരുന്നിട്ട് വേണം അവന് ഭക്ഷണം കൊടുക്കാൻ. ആ ഭക്ഷണമല്ലാതെ വീടിന്റെ അകത്ത് വേറെ ഭക്ഷണമില്ല. അല്ലാഹുവേ, ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളയിലിരുന്ന് കരയുകയാ. എന്തിനെന്നറിയുമോ? വിളിച്ചു കൊണ്ടുവന്ന പാവപ്പെട്ടവരെ കൊടുക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരില് അതാ വാപ്പയും ഉമ്മയെയും കാണാതെ വന്നപ്പോ അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ അടുക്കളക്കകത്ത് വന്നപ്പോ രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. അവസാനം അവനും കൂടെ വന്നിരുന്നു. അവസാനം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാ. പെണ്ണേ, നീ ഇങ്ങനെയാണ് ആകേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ ഒരു പെണ്ണെങ്ങനെയാകണമെന്നറിയുമോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലിടാ. നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഭക്ഷണ പാത്രത്തിലേക്ക് കൈയിടുമ്പോ, മോനെ അനസേ, വിളക്ക് തട്ടി അണയ്ക്കണേടാ പൊന്നുമോനെ.
ഒരു ഉമ്മ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോന്റെ കൈ കൊണ്ട് വിളക്കങ്ങ് തട്ടിയണക്കണം, എന്നിട്ട് ഇരുട്ടത്തിരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കരുത്, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കരുത്. നിങ്ങൾ കഴിക്കുന്നവരെ പോലെ അഭിനയിക്കണം, നിങ്ങൾ ഇരുട്ടത്തിരുന്നിട്ട് അഭിനയിക്കണം. നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കരുത്. ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു വെച്ചു, മൂന്നുപേരും കൂടെ ഭക്ഷണത്തിന്റെ ചുവട്ടിലിരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് അനസ് തങ്ങൾ നോക്കുകയാ. ഭക്ഷണത്തിൽ നോക്കി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഉമ്മ പറയുന്നത് അനുസരിക്കണമല്ലോ. അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വിളക്കണക്കുകയാണ്. അല്ലാഹുവേ, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവരെ പോലെ അഭിനയിക്കുകയാ. ആ വന്ന മനുഷ്യനൊന്നും അറിയാതെ ഭക്ഷണം മുഴുവനും കഴിച്ചു. അൽഹംദുലില്ലാഹ്, അവിടെ നിന്ന് ദുആ ചെയ്തിറങ്ങി പോവുകയാ. അല്ലാഹുവേ, അന്ന് രാത്രി അവര് മൂന്നുപേരും പട്ടിണിയാണ്. ഒരാളും പരസ്പരം പരാതി പറഞ്ഞില്ല. ആ പൊന്നുമോൻ പോലും ഒന്നും ചോദിച്ചില്ല. മൂന്നുപേരും അതുപോലെ എപ്പോഴോ കിടന്നുറങ്ങി. രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റു, ഭാര്യയെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, മകനെ പള്ളിയിലേക്ക് പോകാൻ വിളിക്കാൻ. അനസ് എന്ന് പറയുന്ന പൊന്നുമകന്റെ ചാരത്ത് വന്ന് വാപ്പ വിളിക്കുമ്പോ അനസ് തങ്ങൾ പറയുന്ന, വാപ്പാ, എനിക്ക് എഴുന്നേക്കാ കഴിയുന്നില്ല. കാരണം പട്ടിണിയല്ലേ, കാരണം പട്ടിണിയല്ലേ, ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനെ ചുമന്ന് തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ചുമരിൽ വെച്ചുകൊണ്ടാ പള്ളിയിലേക്ക് പോയത്. സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അബൂ തൽഹ? ലബൈക യാ റസൂലല്ലാഹ്. എവിടെ അബൂ തൽഹ, എവിടെ? ഞാനിവിടെ ഉണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ. പ്രതിഫലം അറിയണോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറുണ്ടോ? ഈ മക്കളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ, ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളുടെ വീടിനകത്ത് നടന്നത് അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ? റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നലെ ഖുർആനിൽ ആയത്തിറങ്ങി, ഇന്നലെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി. നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി. നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഖുർആനിൽ ആയത്തിറങ്ങൂല, ഖുർആനിൽ ആയത്തിറങ്ങൂല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നലെ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും സദഖ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത് കാണാൻ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നു. അബൂ തൽഹ, സുബഹി വരെ തിരക്കായിരുന്നു, സുബഹി വരെ തിരക്കായിരുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നെന്ന് മുത്തുനബി എവിടെ നിന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ കുടുംബക്കാരായ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായ, ഈ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന മക്കളുണ്ടല്ലോ, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ പറയുന്ന ഈ നല്ല മക്കളുണ്ടല്ലോ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവന് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാ. കഴിയുമോ സഹോദരാ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളെ ഏറ്റെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടില്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തവരല്ലേ? ഉസ്താദേ, ഈ മക്കളെ ഏറ്റെടുത്താ ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്? വീട്ടിലെ മലക്ക് വന്നാ ഞങ്ങൾക്ക് എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
ഈ മക്കളെ ഏറ്റെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം, ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, നിങ്ങൾ ചോദിക്കും, ഇവരെ ഞങ്ങൾ ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഉസ്താദേ? അതൊരു വല്ലാത്ത ചോദ്യമാ. നിങ്ങൾ ചോദിക്കും, ഉസ്താദേ ഈ മക്കളെ ഞങ്ങൾ ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, വീട്ടിൽ നീ 2-3 എണ്ണത്തിന് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ നിന്റെ വീട്ടിലുണ്ടല്ലോ, അതിനെ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാവുള്ളേ? ഞാൻ എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടും ചോദിക്കട്ടെ, നീ 3-5 എണ്ണത്തിനെ പ്രസവിച്ച് വീട്ടിലിട്ടിട്ടുണ്ടല്ലോ, എന്ത് പ്രയോജനമാവുള്ളേ? നിങ്ങൾ ആരെങ്കിലും മരിച്ച നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അതിനറിയോ? ഓരോ വാപ്പയും ചിന്തിക്കേണ്ടതാ. നീ ഇന്ന് രാത്രി മരിച്ചു പോയാൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും ഈ 3-4 എണ്ണത്തിനെ കൊണ്ട് പറ്റുമോ? അതിന് നാട്ടുകാർ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഖത്തീബിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ മയ്യത്ത് നിസ്കരിക്കാമെന്ന് പറയുന്ന മക്കളുണ്ടോ? അവസാനം പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ കുഴിക്കകത്ത് കിടക്കുമ്പോ ആ കബറിന്റെ ചാരത്ത് വന്ന് നിന്ന് കാണാതെ ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാനെങ്കിലും ഈ പറയുന്ന മക്കളെ കൊണ്ട് പറ്റുമോ സഹോദര? അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ മക്കൾക്ക് അവർക്ക് പൈസ മതി, അവർക്ക് വേറെ പലതും മതി. ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന വാപ്പയാണെങ്കിൽ മക്കൾ പറയും നല്ല വാപ്പ, വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വാപ്പക്കൊള്ളില്ല. കണ്ണൂർ ജില്ലയിൽ 2-3 ആഴ്ചകൾക്ക് മുമ്പ് 10-25 വർഷക്കാലം ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ട് തന്റെ രക്തം വിയർപ്പാക്കി ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ അവസാനം രോഗം പിടിച്ചു നാട്ടിൽ വന്നു. പട്ടിണി കിടന്നാ മരിച്ചു. വീടിനകത്ത് പട്ടിണി കിടന്നു മരിച്ചു. ദുർഗന്ധമടിച്ചിട്ട് ആരോ വിളിച്ചു പറഞ്ഞിട്ട് പോലീസുകാര് വന്ന് മയ്യത്തെടുത്തു, കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അവര് പറയുന്നു മരണകാരണം പട്ടിണിയാ. സ്വന്തം ഭാര്യയും സ്വന്തം മക്കളും തിരിഞ്ഞു നോക്കിയില്ല. നമ്മളൊക്കെ വീടിന്റെ ATM-കളാ, നമ്മളൊക്കെ വീടിന്റെ ATM-കളാ. കുത്തണം, എടുക്കണം, ചോദിക്കുമ്പോ കൊടുക്കുമെങ്കിൽ നല്ലവൻ, ഇല്ലെങ്കിൽ പോയി സഹോദര, പോയി സഹോദരി. നീ ഇങ്ങനെ സ്വർണം ഇട്ടുകൊണ്ട് നടക്കുന്നു, നീ മരിച്ചാൽ ആദ്യം ഊരുന്നത് നിന്റെ വസ്ത്രമല്ല, നിന്റെ സ്വർണമാ. നിന്റെ മക്കൾ അത് ഉരിയെടുക്കും, കണ്ടില്ലെങ്കിൽ അത് തിരക്കി നടക്കും. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അള്ളാന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ വാപ്പയുണ്ടാകില്ല, ഉമ്മയുണ്ടാകില്ല, ഭാര്യയുണ്ടാകില്ല, മക്കളുണ്ടാകില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനി. ആരുണ്ടാകില്ല. മക്കൾ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ എനിക്ക് തരുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പാനെ നരകത്തിലെറിയണം, എനിക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷ എന്റെ ഉമ്മയ്ക്ക് കൊടുക്കണം. എന്റെ ഉപ്പാടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാവങ്ങൾ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനാദ്യം നരകത്തിലെറി, എനിക്ക് സ്വർഗന്ത. സ്വന്തം മക്കള് നാളെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുന്ന ദിവസം അള്ളാഹുവിനോട് പറയും, പടച്ചവനെ എന്റെ ഉമ്മാനെ മരത്തി കടത്തിത്ത അല്ലാ, ഞാൻ കേറി നെഞ്ചട്ടിക്കട്ടെ അല്ലാ, എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി നിൽക്കട്ടെ അല്ലാ, മലർത്തി കടത്തിറപ്പേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസം, അന്നാരും സഹായിക്കാനില്ലാതെ പരലോകത്ത് കിടന്ന് തെണ്ടുമ്പോ ഒരു കുട്ടി നിന്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് പറയും, വാപ്പാ നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം, നിങ്ങൾ വാ ഞാൻ നിന്നെ കൊണ്ടുപോകാം. ആരാ മോനെ നീ ആരാ മോനെ? നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ, നിന്നെ എനിക്ക് അറിയില്ലല്ലോ, നീ ആരാടാ? എന്റെ കുടുംബക്കാരനല്ലല്ലോ, ഇന്ന് എന്റെ സ്വന്തം മക്കൾ പോലെ എന്നെ തിരിഞ്ഞു നോക്കണില്ലല്ലോ, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ ആരാ? അപ്പൊ ആ കുട്ടി പറയും, നിങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിക്കാൻ വന്ന് കിടന്നപ്പോ എന്നെ സ്വന്തം മകനെ പോലെ ഏറ്റെടുത്ത് ഭക്ഷണം തന്നില്ലായിരുന്നു ഒരു പയ്യന്. നിങ്ങളുടെ നാട്ടിൽ പഠിക്കാമെന്ന് കിടന്നപ്പോ സ്വന്തം മകനെ പോലെ എന്നെ ഏറ്റെടുത്തിട്ട് എനിക്ക് ഭക്ഷണം തന്ന് പഠിച്ചില്ല ഖുർആൻ. ആ ഹാഫിള ഉമ്മ എനിക്കിന്ന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, എനിക്കിഷ്ടമുള്ള 40 പേരെ ഇന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാം. അള്ളാഹ് പറഞ്ഞിരിക്കുക, നിനക്കിഷ്ടമുള്ള 40 പേരെ കൊണ്ടുപോകാൻ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം ഉപ്പ. ഈ മക്കളിൽ ആരെങ്കിലും ഒരാള് കാണും നാളെ നിന്റെ കൈപിടിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിനേക്കാളും വലിയ സമ്പാദ്യമില്ല സഹോദര. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഈ മക്കൾക്ക് നാളെ അള്ളാഹ് അവസരം കൊടുക്കും 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഓരോ ഹാഫിളിനും 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അവനവന്റെ ഉപ്പയെയും ഉമ്മയെയും ഭാര്യയെയും മക്കളെയും കൂടപ്പുറപ്പുകളെ കൊണ്ടുപോയാലും പിന്നെയും കിടക്കുന്നുണ്ട് വാപ്പ. ഈ 45 മക്കളിൽ ആരെങ്കിലും ഒരാള് കാണും നിന്റെ കൈ
കയ്യെപ്പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളാ, ഇവരുടെ ഉപ്പയാക്, ഇവരുടെ ഉമ്മയാക്, നിങ്ങളെ കൊണ്ടതിന് കഴിയും. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാഹ് ഒരു കുട്ടിയെ മുഴുവനായിട്ട് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ, ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെന്ന് എനിക്കറിയാം, ഒരു കുട്ടിയെ നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 1.5 ലക്ഷം രൂപ വേണം ഒരു ഹാഫിദിന്റെ ഉമ്മയാകാൻ. നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങളുടെ മക്കളാക്കാൻ പറ്റിയില്ല. പാപ്പാ 3 വർഷമുണ്ടല്ലോ നിന്റെ മുന്നിൽ, 3 കൊല്ലമുണ്ടല്ലോ നിന്റെ കയ്യിൽ, കിട്ടുന്നതിനനുസരിച്ച് കൊണ്ടുവന്ന് കൊടുത്താൽ ഒരു ഹാഫിദിന്റെ ഉപ്പയായി കൂടെ, ഒരു ഹാഫിദിന്റെ ഉമ്മയായി കൂടെ. ഇല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഉസ്താദ് എൻ്റെ അടുക്കൽ 1 വർഷമേ ഉള്ളൂ, 1 വർഷത്തേക്കുള്ളത് ഏറ്റെടുക്ക്, ഇല്ലെങ്കിൽ 6 മാസത്തേക്കുള്ളത് ഏറ്റെടുക്ക്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്ത് അൽഹംദുലില്ലാഹ് ഈ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ കൂടെ നിങ്ങളും കൂടെ, നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, എനിക്കറിയാം സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള സമയമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. എങ്കിലും അള്ളാഹുവാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. പടച്ചവൻ എപ്പോൾ വേണമെങ്കിലും വഴി തുറന്നു തരാമല്ലോ. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കില്ല, ഒരാളെയും ഞാൻ നിർബന്ധിക്കില്ല. കാരണം ഹലാലായത് മാത്രമേ ഈ മക്കൾക്ക് കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൊടുത്താലും നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അള്ളാഹു ഈ മക്കളെ ഏറ്റെടുക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ആരായി സദസ്സിൽ ഉസ്താദെ ഈ കുട്ടികൾക്ക് അൽഹംദുലില്ലാഹ് 1 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച, 1 മാസം, 6 മാസം ഞങ്ങൾ ഏറ്റെടുക്കാം, ഞങ്ങൾ ഭക്ഷണം കൊടുക്കാം. അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കും ഇൻഷാ അല്ലാഹ് ഉസ്താദെ എന്നെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ കൊടുക്കും, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെ ഞാൻ ഏറ്റെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ മരിക്കുന്ന സമയത്ത് കാണാം, വെറുതെ ആരും കൊടുക്കണ്ട, വെറുതെ ആരും കൊടുക്കണ്ട. മരിക്കുന്ന സമയത്ത് അള്ളാഹു നിനക്ക് ഇതിന്റെ പ്രതിഫലം കാണിച്ചു തരും. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം കണ്ടിട്ടേ മരിക്കുകയുള്ളൂ, വേറെ ഒരു പ്രതിഫലവും പറഞ്ഞു തരാനില്ല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കാം, അല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.